ശാന്തി. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ മണ്ണ് കുഴച്ച് ചിരാതുണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ചിരാതിൻ്റെ ആ ഷേപ്പിലേക്കാക്കും മുന്നേ കുഴച്ചു, മണ്ണ് എടുത്തു, അത് ഷേപ്പാക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വൈഫ് വന്ന് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പല പറഞ്ഞു, നോക്ക്, ചിരാത് ഈ കാലത്ത് ഫാഷനാണ്, അതുകൊണ്ട് ചിരാത് ഉണ്ടാക്കിയാൽ ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങിക്കും, അതുകൊണ്ട് ഞാൻ ചിരാത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈഫ് പറഞ്ഞു, എന്താ നിങ്ങളീ പറയുന്നത്, വേനൽക്കാലമാണ്, ആ ചിരാതിന് പകരം കൂജ ഉണ്ടാക്കാൻ നോക്ക്, കൂജയാണെങ്കിൽ ഇഷ്ടം പോലെ ആളുകൾ വാങ്ങിക്കും, അതുകൊണ്ട് വേനൽക്കാലം കണക്കാക്കിക്കൊണ്ട് കൂജയ്ക്കാണ് കൂടുതൽ പർച്ചേസ് ഉണ്ടായിരിക്കുക, അതുകൊണ്ട് നിങ്ങൾ കൂജ ഉണ്ടാക്കിയാൽ മതി. അയാൾക്കും തോന്നി നല്ല കാര്യം തന്നെ. അയാൾ ഉടനെ മണ്ണ് ഒന്നും കൂടെ വീണ്ടും കുഴച്ച് തയ്യാറാക്കി കൂജ ഉണ്ടാക്കാൻ പാകത്തിലാക്കി കൂജയ്ക്ക് വേണ്ടി റെഡിയാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ മണ്ണ് ചോദിക്കുകയാണ് ചെറുപ്പക്കാരനോട്, എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അയാൾ പറഞ്ഞു, ഞാൻ ചിരാത് മാറ്റി കൂജയാക്കി. എന്ത് പറ്റി? എൻ്റെ ചിന്ത മാറിയെന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ ആ മണ്ണ് പറയുകയാണ്, ഓ, എൻ്റെ ജീവിതം മാറിക്കിട്ടി. അഥവാ ഞാൻ ചൂട് പിടിച്ച് കത്തി എരിഞ്ഞ് പൊള്ളി കഷ്ടപ്പെട്ടേനെ, ഇപ്പോൾ തണുത്ത വെള്ളം കൊടുത്തുകൊണ്ട് എല്ലാവരും മനസ്സിനെയും തണുപ്പിക്കാം, എനിക്കെൻ്റെ ജീവിതവും തണുത്തുപോയി എന്ന്. ജീവിതത്തിലൊരു മനുഷ്യൻ്റെ ഒരു ചിന്ത മാറുന്ന സമയത്ത് ജീവിതം മുഴുവൻ മാറി മറിഞ്ഞേക്കാം. ഒരൊറ്റ തോട്ട് മാറിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളോടുള്ള മനുഷ്യൻ്റെ മനോഭാവം തന്നെ 100% മാറിപ്പോയേക്കും. പലപ്പോഴും ചിന്ത മാറിക്കഴിയുമ്പോൾ ജീവിതം മാറി മറിഞ്ഞേക്കും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വാൾട്ടർ ഡിസ്നി. തൻ്റെ എത്ര തന്നെ ക്രിയേഷൻസും ഒരിക്കലും വെളിച്ചം കാണാതെ സക്സസ് ആവാതിരിക്കുമ്പോൾ വിഷമിച്ച് അദ്ദേഹം തൻ്റെ മുറിയിലിരിക്കുകയാണ്. ആ മുറിയിൽ മിണ്ടാതിരുന്ന് അയാളുടെ റൂമിൽ നിന്ന് ഒരു എലി പുറത്തേക്ക് വന്നു. ആ എലി പതുക്കെ ആ ഒരു മേശയുടെ വിരിപ്പിനെ പിടിച്ച് കയറി മേശപ്പുറത്ത് പോയി ചായക്കപ്പിൽ ഒന്ന് മുങ്ങി, ഒന്ന് നക്കിയെടുത്തു, മിണ്ടാതെ തിരിച്ചു പോയി. അയാൾക്ക് ആ എലിയുടെ ആക്ഷൻ കണ്ടപ്പോൾ വളരെ കൗതുകം തോന്നിപ്പോയി. അങ്ങനെ മിണ്ടാതെ നോക്കിയിരുന്നു. വീണ്ടും ആ എലി വന്നേക്കാം. അനങ്ങാതെ സ്റ്റാച്ചു പോലെ ഇരിക്കുകയാണ്. ഒരു 2-3 മിനിറ്റിനുള്ളിൽ 4-5 പ്രാവശ്യം ആ എലി വന്നു, ചായ കുടിച്ചു, തിരിച്ചുപോയി. അദ്ദേഹം വിചാരിക്കുകയാണ്, മറ്റെല്ലാം മറന്നുകൊണ്ട്, തൻ്റെ തോൽവിയെ മറന്നു, വിഷമത്തെ മറന്നു, റിജക്ഷൻ മറന്നു, എല്ലാം മറന്നുകൊണ്ട് ഈ എലിക്ക് എന്നെ ഇത്ര സമയം സന്തോഷിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഇത് തന്നെ ഒരു തീമാക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ എളുപ്പമാവുമല്ലോ എന്ന്. അങ്ങനെയാണ് ആ എലിയുടെ മുഖവും എലിയുടെ ചായ കുടിക്കലും എല്ലാം ഇന്ന് നമുക്ക് കാർട്ടൂണായിക്കൊണ്ട് ഡിസ്നി ലാൻഡ് തന്നെ ഉണ്ടാക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ഒരു ചിന്ത മാറിയാൽ ജീവിതം മാറി മറിയും. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ചിന്ത മാറി മറിയുന്നതോടെ ജീവിതം മാറി മറിയും. സങ്കടങ്ങൾ സന്തോഷത്തിലേക്ക് മാറും, അനാരോഗ്യം ആരോഗ്യത്തിലേക്ക് മാറും, ദാരിദ്ര്യം സമ്പന്നതയിലേക്ക് പരിവർത്തനാവും. അതുകൊണ്ട് ചിന്തകളെ മാറ്റാൻ വേണ്ടി നല്ല കാര്യങ്ങൾ പഠിക്കാൻ, നല്ല കാര്യങ്ങൾ വായിക്കാൻ, നല്ല കാര്യത്തെക്കുറിച്ച് മനനം ചെയ്യാൻ, നല്ല ആളുകളുമായുള്ള സംഘത്തിൽ ചേരാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ചിന്തകളെ മാറ്റാം, ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. നിങ്ങളുടെ ചിന്തകളെ മാറ്റാനും ജീവിതം മാറി മറിഞ്ഞ് സന്തോഷം നിറഞ്ഞതാവാനും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.